വയർലെസ് വർക്ക് ബെഞ്ച് ട്യൂട്ടോറിയൽ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 2, ബിൽഡിംഗ് എ നെറ്റ്വർക്ക് ഫോർ വയർലെസ് വർക്ക് ബെഞ്ച്. വയർലെസ് ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി വയർലെസ് വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ സീരീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ തുടർന്നുള്ള വീഡിയോസ് കാണാനും ഇതിന് മുന്നിലുള്ള വീഡിയോസ് കാണാനും വേണ്ടി യൂട്യൂബിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഈ പ്ലേലിസ്റ്റിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റിലെ മുഴുവൻ വീഡിയോസും കണ്ടതിന് ശേഷം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങാം. വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയർ ഡിവൈസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് വഴിയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ നെറ്റ്വർക്കിംഗ് ബേസിക്സ് ഇല്ലാത്ത ആളുകൾക്ക് ഇതൊരു വലിയ ചലഞ്ചായിട്ട് എല്ലാവരും പരാതി പറയാറുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്കത് പരിഹരിക്കാം. അടിസ്ഥാനപരമായി ഒരു നെറ്റ്വർക്കിൻ്റെ ഫിസിക്കൽ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് എല്ലാ ഡിവൈസുകളും ഒരു ഈതർനെറ്റ് കേബിൾ വഴി കണക്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ലാപ്ടോപ്പും ഈ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ സ്വിച്ചിലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സ്വിച്ചിൽ ഒരു വൈഫൈ റൗട്ടർ കണക്ട് ചെയ്ത് ലാപ്ടോപ്പിലേക്ക് വയർലെസ് ആയിട്ടും നമുക്ക് ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എല്ലാ ഡിവൈസുകൾക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു IP അഡ്രസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ക്രിട്ടിക്കൽ മൊമെൻറ്റ്. എന്താണ് IP അഡ്രസ് എന്ന് ചോദിച്ചാൽ വളരെ ബേസിക്കായി ഒരു നെറ്റ്വർക്ക് ഡിവൈസിൻ്റെ മേൽവിലാസമാണ് IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചാണ് ഓരോ ഡിവൈസുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരാൾക്ക് കത്തയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം അഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നെറ്റ്വർക്കിൻ്റെ കേസിൽ IP അഡ്രസ്സ്. കത്തയക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള മേൽവിലാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന കത്ത് ഇവിടെ എത്താതെ പോകാറുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസുകൾക്ക് പ്രോപ്പറായിട്ടുള്ള IP അഡ്രസ്സുകൾ അസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡിവൈസിന് നമ്മൾ അസൈൻ ചെയ്ത IP അഡ്രസ് സെയിം IP അഡ്രസ് വേറെ ഡിവൈസിന് അസൈൻ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സ് വേണം. ഒരാൾക്കൊരു IP അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഡിവൈസിന് വേറൊരു IP അഡ്രസ്സാണ് അസൈൻ ചെയ്യേണ്ടത്. രണ്ട് രീതിയിലാണ് നമ്മൾ ഡിവൈസുകൾക്ക് IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് മോഡാണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് IP മോഡ്, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് IP മോഡ്. ഈ ഓട്ടോമാറ്റിക് IP മോഡ് തന്നെയാണ് DHCP മോഡ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റിക് IP അഡ്രസ്, ഇത് നമ്മൾ മാനുവൽ IP അഡ്രസ് അസൈൻമെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റാറ്റിക് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസുകൾക്കും നമ്മൾ മാനുവലായി സെറ്റിങ്സിൽ പോയിട്ട് IP അഡ്രസ്സുകൾ അസൈൻ ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ഡിവൈസിൻ്റെയും സെറ്റിങ്സിൽ പോയി ഇൻഡിവിജ്വലി IP അഡ്രസ്സ് അസൈൻ ചെയ്യണം. സ്റ്റാറ്റിക് IP അഡ്രസ് സെഗ്മെൻറ്റിൽ ഓരോ ഡിവൈസിനും ഏത് IP അഡ്രസ്സ് അസൈൻ ചെയ്യണം, ചൂസ് ചെയ്യണം എന്നുള്ളത് യൂസറാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ പ്രോപ്പറായിട്ടല്ല IP അസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മറിച്ച് DHCP മോഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് IP മോഡ് എന്ന് പറയുമ്പോൾ വളരെ ലളിതവും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ഡിവൈസുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് IP അഡ്രസ്സ് അസൈൻ ആവുന്നത്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് IP അഡ്രസ്സിങ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് IP അഡ്രസ്സിൻ്റെ സെറ്റിങ്സിൽ പോകുന്നു, എന്നിട്ട് നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ചെയ്യുന്നു. ഇങ്ങനെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഒരു DHCP സെർവറിൻ്റെ സഹായത്തോടു കൂടി എല്ലാ നെറ്റ്വർക്ക് ഡിവൈസുകൾക്കും ഓട്ടോമാറ്റിക്കായി IP അഡ്രസ് അസൈൻ ആക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും DHCP സെർവർ എന്താണെന്നുള്ളത്. DHCP സെർവർ ഒരു നെറ്റ്വർക്ക് സർവീസസ് ആണ്. നമ്മുടെ വൈഫൈ റൗട്ടറിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് DHCP മോഡ് അല്ലെങ്കിൽ DHCP സെർവർ എന്നുള്ളത്. ഓട്ടോമാറ്റിക് IP അഡ്രസ് മോഡിലിട്ട എല്ലാ നെറ്റ്വർക്ക് ഡിവൈസുകൾക്കും IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് DHCP സെർവറിൻ്റെ ജോലി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ഞാനൊരു ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, എൻ്റെ നെറ്റ്വർക്കിൽ DHCP സെർവർ ഇല്ല അല്ലെങ്കിൽ ഒരു വയർലെസ് റൗട്ടർ ഇല്ല, അപ്പോൾ എൻ്റെ ഡിവൈസുകൾക്ക് ഇങ്ങനെ IP അഡ്രസ്സ് കിട്ടും. പേടിക്കേണ്ട, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ DHCP സെർവറിൽ നിന്നും IP അഡ്രസ്സ് ലഭിച്ചില്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഡിവൈസ് സ്വയം ഒരു IP അഡ്രസ്സ് സെലക്ട് ചെയ്യും. ആ IP അഡ്രസ്സിൻ്റെ പേരാണ് ലിങ്ക് ലോക്കൽ IP അഡ്രസ്. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. DHCP സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെർവറിൻ്റെ സഹായത്തോടു കൂടി IP അഡ്രസ്സ് കിട്ടും. DHCP സെർവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവൈസ് സ്വയം ഒരു IP അഡ്രസ്സ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഓട്ടോമാറ്റിക് IP മോഡ് അല്ലെങ്കിൽ ആ സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾ ഓരോ ഡിവൈസിലും മാനുവലി പോയി IP അഡ്രസ്സ് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് വളരെ ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മോഡിലിട്ട് ഉപയോഗിക്കാൻ എല്ലാവരോടും നമ്മൾ പറയുന്നത്. ഒരു യൂസർ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ഒരു തെറ്റായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓട്ടോമാറ്റിക്കിലിട്ടാൽ ഡിവൈസുകൾ തന്നെ നമുക്ക് വേണ്ട ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തരും. ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഭാഗമായി നമ്മുടെ ലാപ്ടോപ്പിലും നമ്മുടെ ഡിവൈസുകളിലും നമ്മൾ ഓട്ടോമാറ്റിക് IP സെറ്റിങ്സ് ആണ് ഇപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി ഒരു ഇഷ്യൂസും ഇല്ലാതെ എല്ലാ ഷുവർ നെറ്റ്വർക്ക് ഡിവൈസുകളും നമ്മുടെ വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയറിൽ ഡിറ്റക്റ്റ് ആയി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്.
സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെരിഫൈ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റപ്പും വെരിഫൈ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.